മാക്സിമം ആൻഡ് മിനിമം ഫംഗ്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പണ്ട് +2 പഠിച്ചപ്പോൾ ഒരു വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ആദ്യം ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കും, അതായത് f'(x) = 0. അപ്പോൾ അവിടുന്ന് നമുക്കൊരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റിൽ f" കണ്ടുപിടിച്ചിട്ട് അത് >0 ആണെങ്കിൽ മിനിമം എന്നും <0 ആണെന്ന് മാക്സിമം എന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഗ്രാഫെങ്കിൽ അതിൻ്റെ അപ്പർ പോർഷനൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് മാക്സിമ. ഈ റിലേറ്റീവ് മാക്സിമ മാത്രമല്ല ലോക്കൽ മാക്സിമ നമ്മളതിന് പറയും. അതേപോലെ തന്നെ ഈ ലോവറിൽ കിടക്കുന്ന ഈ പാർട്ടിനെ നമ്മൾ എന്ത് പറയും, റിലേറ്റീവ് മിനിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്താൽ ആ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ PQRST കണ്ടുപിടിക്കുക. P(f(x), Q(f(y), R(f(x), S(f(xy), T(f(y)) അങ്ങനെ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ P=0, Q=0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് P? F(x), Q എന്ന് പറഞ്ഞാൽ F(y), R എന്ന് പറഞ്ഞാൽ F(x), S എന്ന് പറഞ്ഞാൽ F(xy), T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F(y)y. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ RT - S² > 0യും അതേപോലെ തന്നെ R > 0. RT - S² > 0യും R > 0 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ലോക്കൽ മിനിമ. അതേപോലെ തന്നെ RT - S² > 0യും R <0, കണ്ടോ, R നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമ. RT - S² ആ വലിയ ടേം തന്നെ നെഗറ്റീവാണ് കിട്ടണമെങ്കിൽ സാഡിൽ പോയിൻ്റ് വെച്ചാൽ മാക്സിമം അല്ല മിനിമം അല്ല. ഇനി അടുത്തത് പറയാനുള്ളത് RT - S² 0 ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ വലിയ ഒരു ടേം >0 ആണെങ്കിൽ അവിടെ 2 കേസ് വരും. അത് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, അതേപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. അതുപോലെ RT - S² നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ നെയ്തർ മാക്സിമം നോർ മിനിമം. പിന്നെ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഫൈൻഡ് എക്സ്ട്രീമ വാല്യൂ ഓഫ് f(x)y = x³ + 3xy² - 15x² - 15y² + 72x. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് f(x) കണ്ടുപിടിക്കണം, f(y) കണ്ടുപിടിക്കണം, f(x)(x) കണ്ടുപിടിക്കണം, f(xy) കണ്ടുപിടിക്കണം, f(y)(y) കണ്ടുപിടിക്കണം. അപ്പോൾ x³ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു, 3x² + 3xy² ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 3y² എഴുതി എക്സിനെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 1 - 15 എഴുതി x² ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 2x. അപ്പോൾ 15 × 2 എന്ന് പറയുന്നത് 30x + 72 എന്ന് കിട്ടി. അടുത്തത് Q ആണ്. Q(f(y) ആണ്. f(y) കിട്ടാൻ വേണ്ടി ഇത് ചെയ്താൽ മതി. 3x × 2y, അതായത് 6xy മൈനസ് അടുത്തത് 30y. ബാക്കി നിങ്ങൾക്കറിയാം എക്സിൻ്റെ ടേം ഒറ്റയ്ക്കാണ്, അതായത് കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്കാണെങ്കിൽ അതിനെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 0. ഇനി f(x), അതായത് നമ്മുടെ ആറിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, f(x)നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേഷൻ ചെയ്യണം. അപ്പോൾ 3x² ചെയ്യുമ്പോൾ എന്ത് വരും, 3 × 2x. 3y² കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 0. -30xനെ ചെയ്യുമ്പോൾ -30 to 30 എന്ന് കിട്ടും. അതേപോലെ തന്നെ 72 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 0. ഇനി എസ് കിട്ടാൻ വേണ്ടിയിട്ട് f(xy) ആണ്. f(x) ഓൾറെഡി കയ്യിലുണ്ട്, 3x² + 3y² - 30x + 72. അതിന് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 3x² കോൺസ്റ്റൻ്റ് ആയി, അപ്പോൾ അത് 0. 3y² ചെയ്യുമ്പോൾ 6y, അപ്പോൾ 6y. അടുത്തത് T = f(y)(y). അതിന് ഞാൻ പോയി f(y)നെ നോക്കി. f(y) 6xy ആണ്, അപ്പോൾ അത് തന്നെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 6x -30y ചെയ്യുമ്പോൾ -30. അപ്പോൾ P = 0, Q = 0. ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, P = 0, Q = 0. ഇവിടെ P = 0 എന്ന് കൊടുത്തപ്പോൾ എന്ത് വന്നു, ഒരു വലിയൊരു ഇക്വേഷൻ കിട്ടി. 3x² + 3y² - 30x + 72 = 0. Q = 0 എന്ന് കൊടുത്തപ്പോൾ 6xy - 30y = 0. അത് കുഞ്ഞ് ഇക്വേഷൻ ആണല്ലോ. ആ കുഞ്ഞ് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി,
കുഞ്ഞ് ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ് നമുക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 6y കോമൺ ആയി എടുക്കുമ്പോൾ ബാക്കി ആര് വന്നു, x-5 = 0. ഈ ഒരു ടേം 0 ആവണമെങ്കിൽ 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്ന് y = 0, x = 5. നമുക്ക് 2 കണ്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്. ആ കണ്ടീഷൻസ് നമുക്ക് p = 0 എന്ന കണ്ടീഷനിൽ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, ആദ്യം y = 0 ഞാൻ p = 0 എന്നുള്ള കണ്ടീഷനിൽ കൊടുക്കുമ്പോൾ 3y² പ്ലസ് എന്ത് വന്നു, y ആണ് 0 കേട്ടോ. അപ്പോൾ 3x² - 30x + 72 = 0. ഇത് നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x = 4 എന്നും x = 6 എന്നും കൊടുക്കും. അതേപോലെ തന്നെ x = ഇപ്പോൾ നമ്മൾ y = 0 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടത് x = 5 ആണ്. x = 5 ഏതിൽ കൊടുക്കണം, ഈ p = 0 എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ 3x² + 3y² - 30x + 72 = 0ൽ x = 5 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി, അതായത് 75 + 3y² - 150 + 72. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 3y² - 3 = 0 എന്ന് കിട്ടും. 3 കോമൺ ആണ്, അതിനെടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ y² - 1 = 0. ഇവിടുന്ന് y² - 1 = 0 എന്ന് കിട്ടും. അവിടുന്ന് y² = 1 എന്ന് കിട്ടും. y = ±1. അപ്പോൾ നമുക്ക് ഈ y1ഉം -1 എപ്പോഴാണ് കിട്ടിയത്, എക്സിന് 5 കൊടുത്തപ്പോൾ. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, 5 5 - 1. നേരത്തെ നമുക്ക് y0 കൊടുത്തപ്പോൾ എക്സിന് 4 6 കിട്ടി. അതായത് എന്ത് നമുക്ക് പറയാം, എന്താണ് 4 ആകുമ്പോൾ y0, അപ്പോൾ 4 0 6 0യും ഇവിടുന്ന് നമുക്ക് 5 1ഉം 5 - 1ഉം പോയിൻറ്റ്സ് ആണ് മനസ്സിലായി. ഇനി നമ്മൾ RT - S² എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ R കാൽക്കുലേറ്റ് ചെയ്യണം. വീണ്ടും പറയാണ്, RT - S² സൈന് > 0 ആവുകയും R > 0 ആണെങ്കിൽ അത് മിനിമം. അതേ കണ്ടീഷനിൽ തന്നെ R നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമ. പിന്നെന്താ, RT - S² നെഗറ്റീവ്, അത് തന്നെ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ സാഡിൽ പോയിൻറ്റും. അപ്പോൾ എൻ്റെ R എന്താ നോക്കി, നമ്മൾ നേരത്തെ R കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 6x - 30 ആണ്. അതുപോലെ T എന്ന് പറയുന്നത് 6x - 30 ആണ്. അത് രണ്ടും ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് വന്നു, 6x - 30² മൈനസ് ഇനി 6y² ചെയ്യുമ്പോൾ എന്ത് വരും, 36y² എന്ന് വരും. അതേപോലെ R വാല്യൂ 6x - 30. നമ്മൾ എന്ത് കൺക്ലൂഷൻ ഉണ്ടാക്കുന്നു, അപ്പോൾ ആദ്യത്തെ പോയിൻറ്റ് 5 1 ആണ്. അപ്പോൾ 5 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -36 എന്നാണ് കിട്ടുക. നോക്കിയേ, 6 × 5 6 × 5 എന്ത് വരും, 30. 30 - 30 എന്ന് പറഞ്ഞാൽ 0. 0² - 36 × 1² - 36. അവിടെ RT - S² എന്ത് കിട്ടി, നെഗറ്റീവ് കിട്ടി. പിന്നെ നമുക്കൊന്നും നോക്കണ്ട, RT - S² നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സാഡിൽ പോയിൻറ്റ്. അടുത്ത പോയിൻറ്റ് നോക്കിയേ, 5 - 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 കൊടുത്തു. 6 × 5 30. 30 - 30² എന്ന് പറയുമ്പോൾ 0 -36 × y². y എന്ന് പറയുന്നത് -1 ആണ്. -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ -36 എന്ന് വന്നു. അപ്പോൾ ഇവിടെ -36 കിട്ടി, അത് നെഗറ്റീവാണ്. സോ സാഡിൽ പോയിൻറ്റ്. അടുത്തത് 6 0. 6 × 6 36. 36 - 30 എന്ന് പറഞ്ഞാൽ 6. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അവിടെ 36 കിട്ടി. -36 y² ഉണ്ട്. y-ന് 0 കൊടുക്കുമ്പോൾ അത് 0. ഈ ഒരു പാർട്ട് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -36. ഇപ്പോൾ കിട്ടിയത് എന്താണ്, 36 - 30യുടെ സ്ക്വയർ 36 എന്ന് കിട്ടി. അത് > 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ R സൈൻ നോക്കണം. അപ്പോൾ ഞാൻ R സൈൻ നോക്കിയിട്ടാ. 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. 36 - 30 കണ്ടോ, ഇവിടെ ആ -30 എഴുതിയിട്ടില്ല. 36 - 30 എന്ന് പറയുമ്പോൾ അത് > 0 ആണ്. സോ മിനിമ പോയിൻറ്റ്. ഇനി ഇവിടെ അടുത്ത് നോക്കിയേ, 24 - 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. അത് > 0. ഇനി ഇവിടെ എക്സിന് എന്താ കൊടുക്കേണ്ട, 4ഉം. അപ്പോൾ 6 × 4 24. 24 - 30 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്, -6.
അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആവുകയും ആറ് നെഗറ്റീവ് ആവുമ്പോൾ നമുക്ക് അതിന് എന്താ പറയുക, മാക്സിമം പോയിൻ്റ്. ഇപ്പോൾ നമുക്ക് മിനിമം മാക്സിമം പോയിൻ്റ് 6 0 4 0 കിട്ടി. അപ്പോൾ എഫ് ഓഫ് 6 കാണാം, എഫ് ഓഫ് 4 0 കാണാം. എഫ് ഓഫ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ എഫ് ഓഫ് എക്സ് വൈ, അതിന് നമ്മൾ 6 0 ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ 4 0 ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 5xy മൈനസ് 7x² പ്ലസ് 3x മൈനസ് 6y പ്ലസ് 2. ക്രിട്ടിക്കൽ പോയിൻ്റ് തന്നെ ചോദിച്ചെങ്കിൽ നമുക്ക് പിയും ക്യൂ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ പി എന്ന് കണ്ടുപിടിച്ചു, എഫ് എക്സ് ഈക്വൽ ടു എന്താ പി കാണുമ്പോൾ എഫ് എക്സ് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 5y എഴുതി എക്സിനെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 1 മൈനസ് 7x² ചെയ്യുമ്പോൾ 14x പ്ലസ് 3 എന്ന് കിട്ടി. അടുത്ത ക്യൂ ആയിട്ട് എഫ് ഐ, അപ്പോൾ എന്ത് വന്നു 5x മൈനസ് 6. ഇതിൽ ആരെ ചെറുത്, ക്യൂ ആണ് ചെറുത്. നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പി ഈക്വൽ ടു 0 ക്യൂ ഈക്വൽ ടു 0. സോ 5x മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 5x ഈക്വൽ ടു 6 എന്ന് വരും, എച്ച് ഈക്വൽ ടു 6/5 എന്ന് വരും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 6/5 കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെവിടെ കൊടുക്കുക, പിയിൽ കൊടുക്കുക. അപ്പോൾ പി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 5y മൈനസ് 14x പ്ലസ് 3 ഈക്വൽ ടു 0. എച്ചിന് എന്ത് കൊടുത്തു, 6/5 കൊടുത്തു. അപ്പോൾ 5y ഈക്വൽ ടു 69/5. അവിടുന്ന് y ഈക്വൽ ടു 69/25. സോ ക്രിട്ടിക്കൽ പോയിൻ്റ് ഒന്നുള്ളൂ, ഒന്ന് 6/5 ഒന്ന് 69/25.